ഡീപ്പസ്റ്റ് സീക്രട്ട് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലൂടെ എന്നോട് കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹായോഗികളെപ്പറ്റി എല്ലാവർക്കും അറിയാൻ എൻ്റെ ചാനൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശ്രീ എമ്മിൻ്റെ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, എപ്പിസോഡ് 9. തക്ക സമയത്ത് ലഭിച്ച അസാധാരണമായ ഊർജം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരികമായ രൂപാന്തരീകരണത്തിൻ്റെ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ബോധമാകുന്ന നദി നിശബ്ദമായി പോഷക നദികൾക്ക് ജന്മം നൽകി. ഒടുവിൽ അവ മഹാസമുദ്രത്തിൽ ഒഴുകിയെത്തും. ഈ പ്രക്രിയയെ ദ്രുതപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്ന ബാഹ്യമായ ഊർജം അലൗകികമായ മാർഗങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. യോഗാഭ്യാസത്തെ സംബന്ധിച്ചും തത്വശാസ്ത്രത്തെയും മതത്തെയും സംബന്ധിച്ചും ഏതെങ്കിലും സൂക്ഷ്മതരമായ ആശയത്തിന് വിശദീകരണം ആവശ്യമുള്ള സന്ദർഭത്തിൽ പ്രസ്തുത വിഷയത്തെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ജാലവിദ്യയിലെന്ന പോലെ എൻ്റെ കരങ്ങളിലെത്തും. എനിക്ക് പ്രായമാകാൻ തുടങ്ങിയതോടെ അടുത്ത സ്ഥലങ്ങളിൽ തനിയെ പോകാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. അതോടെ ഞാൻ പതിവായി തിരുവനന്തപുരത്തുള്ള പബ്ലിക് ലൈബ്രറിയിൽ പോകാൻ തുടങ്ങി. ലൈബ്രറി ഭവനം പ്രാചീന വിക്ടോറിയൻ വാസ്തുശില്പ ശൈലിയിലാണ് നിർമ്മിച്ചിരുന്നത്. അവിടെ തത്വശാസ്ത്രം, മതം, ഇന്ദ്രജാല പ്രകടനം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റിയുള്ള പ്രാചീന ഗ്രന്ഥങ്ങളുടെ വിലപ്പെട്ട ശേഖരം ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. അവിടെ തലമുടി നീട്ടി വളർത്തിയ താടിയുള്ള ഒരു ലൈബ്രറിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല. അദ്ദേഹം സ്വയം എൻ്റെ ഉപദേശകനായി നിയുക്തനായതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശരിയായ സമയത്ത് ശരിയായ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിച്ചിരുന്നു. ദി കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ, ദി ഗോസ്പൽ ഓഫ് രാമകൃഷ്ണ, ജീസസ് അൺവൈൽഡ്, മാഡം ബ്ലാവറ്റ്സ്കി രചിച്ച ദി സീക്രട്ട് ഡോക്ട്രിൻ, ദി സോഹർ, ദി ഉപനിഷത്ത്, ദി ഭഗവത്ഗീത എന്നീ കൃതികളും ഗ്രീക്ക് തത്വചിന്തകരായ അരിസ്റ്റോട്ടിൽ, പ്ലാട്ടോ തുടങ്ങിയവരുടെ കൃതികളും അവയിൽ ചിലതാണ്. അത്യന്തം അസാധാരണമായ 2 സംഭവങ്ങളെ വെറും യാദൃച്ഛികം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നും അത്ര അകലെയല്ലായിരുന്ന ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലേക്ക് കാൽനടയായി പോയി. വിദ്യാരണ്യ വിരചിതമായ വേദാന്ത ശാസ്ത്രഗ്രന്ഥം പഞ്ചദശിയിൽ ദർശിക്കാനിടയായ ചില വൈരുദ്ധ്യങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണങ്ങൾ ലഭിക്കുമോ എന്ന് ആരായാൻ വേണ്ടിയാണ് ലൈബ്രറിയിലേക്ക് പോയത്. മതഗ്രന്ഥങ്ങളും തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിരുന്ന ഭാഗത്ത് പുസ്തകങ്ങൾ ആനന്ദത്തോടെ തിരഞ്ഞു. പക്ഷേ പറയത്തക്ക പ്രയോജനം ഉണ്ടായില്ല. അതിനിടയിൽ ഒരു ഗ്രന്ഥം എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഡോക്ടർ രാധാകൃഷ്ണനാണ് ഗ്രന്ഥകർത്താവ്. പുസ്തകം ഉപനിഷത്ത് തർജ്ജമയും വ്യാഖ്യാനവും. അത് ഷെൽഫിൻ്റെ താഴത്തെ തട്ടിലാണ് ഇരുന്നത്. അത് എടുക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞു. അതേ നിമിഷത്തിൽ കട്ടി ബൈൻഡോട് കൂടിയ 3 പുസ്തകങ്ങൾ മുകളിലത്തെ ഷെൽഫിൽ നിന്നും എൻ്റെ കഴുത്തിലേക്ക് മറിഞ്ഞു വീണു. കഴുത്തിലെ വേദന മാറ്റാൻ വേണ്ടി കൈകൊണ്ട് തടവിയതിനു ശേഷം ഞാൻ ആ പുസ്തകങ്ങൾ എടുത്തു. ഒരു പുസ്തകം ആൾഡസ് ഹക്സ്ലി രചിച്ച ദി പെരീനിയൽ ഫിലോസഫി ആയിരുന്നു. മറ്റു 2 പുസ്തകങ്ങൾ ജെ കൃഷ്ണമൂർത്തി രചിച്ച ദി കമൻട്രീസ് ഓൺ ലിവിങ് എന്ന പുസ്തകത്തിൻ്റെ 2 വാല്യങ്ങളായിരുന്നു. ഈ ഗ്രന്ഥങ്ങൾ എല്ലാം തന്നെ വേദാന്ത സംബന്ധമായ കുഴയ്ക്കുന്ന പല സംശയങ്ങൾക്കും പരിഹാരം നൽകുന്നവയായിരുന്നു. മറ്റു പുസ്തകങ്ങളൊന്നും വീഴാതെ ഈ പുസ്തകങ്ങൾ മാത്രം എൻ്റെ ദേഹത്ത് വീഴാനിടയാത്തത് എങ്ങനെയെന്നതിനെ പറ്റി എനിക്ക് ഒന്നും പറയാൻ കഴിയുകയില്ല. ആ ബുക്ക് ഷെൽഫിൻ്റെ സമീപത്ത് തന്നെ ആരും തന്നെ ഇല്ലായിരുന്നു. ഇതിനേക്കാൾ അസാധാരണമായിരുന്ന മറ്റൊരു സംഭവം, അന്ന് എനിക്ക് 14 വയസ്സായിരുന്നു. അതിനകം തന്നെ യോഗാശാസ്ത്രം, ബ്രഹ്മവിദ്യ, മതം, തത്വശാസ്ത്രം എന്നീ വിഷയങ്ങളെപ്പറ്റി രചിച്ചിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്നു.
എൻ്റെ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് പ്രകടമായിരുന്ന പ്രകാശത്തെ കേന്ദ്രീകരിച്ചുള്ള രാത്രിയിലെ സ്വാത്മപ്രേരിതമായ ധ്യാനം തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ അഭിമുഖീകരിച്ച സവിശേഷമായ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഗൗരവമേറിയതായിരുന്നു. ഹൃദയചക്രത്തെ സംബന്ധിച്ച പല ഗ്രന്ഥങ്ങളും പല ഗുരുക്കന്മാരും ഹൃദയചക്രത്തിൻ്റെ സ്ഥാനത്തെപ്പറ്റി വിവിധ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. രമണ മഹർഷി ഹൃദയചക്രം നെഞ്ചിൻ്റെ വലതുവശത്താണെന്ന് ശഠിച്ചിരുന്നു. കബീർ പദ്ധികൾ മാത്രമല്ല, രാമകൃഷ്ണ പരമഹംസർ പോലും ഹൃദയത്തിൻ്റെ സ്ഥാനം നെഞ്ചിൻ്റെ ഇടതുവശത്ത് യഥാർത്ഥ ഹൃദയത്തിൻ്റെ അടുത്താണെന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. ഹഠയോഗ പ്രദീപിക ഉൾപ്പെടെയുള്ള അനേക യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഹൃദയചക്രം നെഞ്ചിൻ്റെ മധ്യഭാഗത്താണെന്ന് പറയുന്നു. അതിനെ അനാഹത ചക്രം എന്ന് പറയുന്നു. ഈ ചക്രമാണ് എന്നിൽ സ്വയമേവ പ്രവർത്തനനിരതമായത്. അധ്യാത്മരംഗത്തെ സമുന്നതരും വ്യക്തിപരമായി ആധ്യാത്മിക അനുഭവങ്ങൾ ആർജിച്ചിട്ടുള്ളവരെന്ന് ആളുകൾ കരുതുന്നവരുമായ രമണ മഹർഷിയെയും രാമകൃഷ്ണ പരമഹംസനെയും പോലെയുള്ളവർ ഒരു സുപ്രധാനമായ പ്രാണശക്തിയുടെ സ്ഥാനത്തെ സംബന്ധിച്ച് വിരുദ്ധ അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടെന്നോർത്ത് എനിക്ക് ആശ്ചര്യം തോന്നി. ഒരാൾ പറയുന്നത് ശരിയാണെങ്കിൽ മറ്റേയാൾ പറയുന്നത് തെറ്റായിരിക്കുമല്ലോ. ഈ ചക്രങ്ങളുടെ ഉണ്മയെപ്പറ്റി എൻ്റെ മനസ്സിൽ പ്രബലമായ സന്ദേഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇതെല്ലാം ഒരു സങ്കല്പമാണോ? ഞാൻ ചിന്തിക്കുന്നത് മറ്റുള്ളവർ വിചാരിക്കുന്നതുമൊക്കെ? എൻ്റെ ആധ്യാത്മിക ജീവിതയാത്രയിലെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു അത്. എത്രയും വേഗത്തിൽ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നിശ്ചയിച്ചു. അതിനുവേണ്ടി ഞാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. എൻ്റെ ട്യൂഷൻ മാസ്റ്റർ രാമസ്വാമി സർ തങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ച് അകലെയുള്ള മണക്കാട് എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റിയിരുന്നു. അതിനാൽ ഞാൻ പഠിക്കാൻ പോകുന്നത് മതിയാക്കിയിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അളിയനോട് ഒരു ദിവസം തനിക്ക് കണക്കിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരോടും ഇക്കാര്യം പറഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ വീട്ടിൽ പറഞ്ഞു. വൈകുകയാണെങ്കിൽ ഞാൻ അവിടെ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ വരാമെന്നും പറഞ്ഞു. പിറ്റേന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന ആദ്യത്തെ രാത്രിയായിരുന്നു അത്. അമ്മയ്ക്ക് ആദ്യം ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ പോകാൻ അനുവദിച്ചു. വാസ്തവത്തിൽ എനിക്ക് ജോമെട്രിയിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് രാമസ്വാമി സാറിൻ്റെ സഹായം കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നും എനിക്കറിയാമായിരുന്നു. അത് ഒരു അർത്ഥസത്യം മാത്രമായിരുന്നു. ബാക്കി സത്യം ഇതാണ്. രാമസ്വാമി സാറിൻ്റെ വീട്ടിൽ നിന്നും കുറച്ചകലെ ഒരു തോട്ടമുണ്ട്. അത് സമാധി തോട്ടം എന്നറിയപ്പെട്ടിരുന്നത്. ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിനോട് വീട്ടിലേക്ക് മടങ്ങുകയാണെന്ന് പറയും. പക്ഷേ ഞാൻ പോകുന്നത് സമാധി തോട്ടത്തിലേക്കായിരിക്കും. സമാധി തോട്ടത്തിൽ രാത്രി കഴിച്ചുകൂട്ടും. ഇതായിരുന്നു എൻ്റെ പദ്ധതി. രാത്രിയിലെ സംഭവങ്ങൾ വിവരിക്കുന്നതിന് മുമ്പ് സമാധി തോട്ടത്തെ സംബന്ധിച്ചും ഞാൻ എന്തിനാണ് സമാധി തോട്ടത്തിൽ പോയതെന്നും പറയാൻ ആഗ്രഹിക്കുന്നു. മണക്കാട്ടു നിന്ന് അകലെയുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് തെങ്ങുകളും മറ്റു മരങ്ങളും ധാരാളമുള്ള ആരും നോക്കാനില്ലാതെ കിടക്കുന്ന ഒരു തോട്ടമുണ്ടായിരുന്നു. കുറുനരികളും നായ്ക്കളും അവിടുത്തെ പതിവ് സന്ദർശകരായിരുന്നു. അവിടെ വളരെ പഴക്കം ചെന്ന ഒരു അരയാൽ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വലിയ യോഗിയുടെ സമാധി ഉണ്ടായിരുന്നു. രാമദാസസ്വാമി എന്നാണ് യോഗിയുടെ പേര്. അദ്ദേഹം ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത്, അതായത് 1865 മുതൽ 1880 വരെ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വിശുദ്ധരുടെയും യോഗികളുടെയും ശവകുടീരമാണ് സമാധി. അവർ അതിനുള്ളിലേക്ക് സ്വമേധയാ പ്രവേശിക്കുന്നുവെന്ന് കരുതപ്പെടുന്നു. വിശേഷപ്പെട്ട ഒന്നാണ് ജീവസമാധി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യോഗി ഉള്ളിലേക്ക് പ്രവേശിക്കും. ബുദ്ധൻ ഇരിക്കുന്നത് പോലെ കാലുകൾ പിണഞ്ഞ് കുറുകെ വെച്ചുകൊണ്ടിരിക്കും. യോഗിയുടെ നിർദ്ദേശപ്രകാരം ശിഷ്യന്മാർ ശവകുടീരം ഭദ്രമായി അടയ്ക്കും. മണക്കാട്ടുള്ള സമാധി ജീവസമാധി എന്നാണ് കരുതപ്പെടുന്നത്.
കഴിഞ്ഞ കാലങ്ങളിൽ മഹാന്മാരായ യോഗികൾ രാത്രിയിൽ സമാധിത്തോട്ടത്തിൽ പോയിരുന്നു ധ്യാനിച്ചിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. രാത്രിയിൽ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് ദീപ്തമായ ആധ്യാത്മിക അനുഭൂതി ആർജിച്ചിട്ടുണ്ട്. എനിക്കും അതുപോലെ നേടണമെന്ന് ആഗ്രഹമുണ്ടായി. ഒന്നുമില്ലെങ്കിലും എൻ്റെ സംശയത്തിന് നിവൃത്തിയെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ സമാധിത്തോട്ടത്തെപ്പറ്റി ട്യൂഷൻ മാസ്റ്ററോടോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടോ യാതൊന്നും തന്നെ സംസാരിച്ചില്ല. ഞാൻ കിഴക്കേക്കോട്ടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. പിന്നെ കുറച്ചു ദൂരം നടന്നാണ് രാമസ്വാമി സാറിൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ സന്ധ്യയ്ക്ക് ഏകദേശം 7 മണിക്ക് വീട്ടിലെത്തി. ട്യൂഷൻ കഴിഞ്ഞപ്പോൾ സമയം 8 മണിയായിരുന്നു. സാറിൻ്റെ വീട്ടിലുള്ളവർ രാത്രി അവിടെ തങ്ങാൻ ആവശ്യപ്പെട്ടു. എനിക്ക് വീട്ടിലേക്കുള്ള ബസ് തീർച്ചയായും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്ത് ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്നും ഇറങ്ങി. സാറിൻ്റെ വീട്ടിൽ ടെലിഫോൺ കണക്ഷൻ ഇല്ലാതിരുന്നത് വലിയ ആശ്വാസത്തിന് വക നൽകി. ഞാൻ രാത്രി അവിടെയല്ല തങ്ങുന്നത് എന്ന കാര്യം എൻ്റെ അച്ഛനമ്മമാർക്ക് അറിയില്ലല്ലോ. എൻ്റെ സുഹൃത്ത് മാർത്താണ്ഡപിള്ള എൻ്റെ കൂടെ കുറച്ചു ദൂരം നടന്നു. സുഹൃത്തിനെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് സമാധിത്തോട്ടത്തിലേക്ക് പോയി. ഇടയ്ക്ക് പലരോടും വഴി ചോദിക്കേണ്ടി വന്നു. ഒടുവിൽ ഏകദേശം 9:30 മണിക്ക് ഞാൻ സമാധിത്തോട്ടത്തിലെത്തി. എൻ്റെ കയ്യിൽ വാച്ചില്ലാതിരുന്നത് കൊണ്ട് എത്ര മണിക്കാണ് എത്തിയതെന്നും പറയാനും കഴിയുകയില്ല. ഒരു ചെറിയ ഗേറ്റ് തുറന്നിരുന്നു. സമപാർശ്വങ്ങളുള്ള സമാധിക്ക് മുമ്പിൽ ഒരു എണ്ണവിളക്ക് കത്തിക്കൊണ്ടിരുന്നതിൻ്റെ പ്രകാശമല്ലാതെ വേറെ പ്രകാശമൊന്നും ഇല്ലായിരുന്നു. കാറ്റടിക്കുമ്പോൾ ദീപനാളം മിന്നി മിന്നി കത്തും. ഞാൻ വല്ലാതെ സംഭ്രമത്തിന് അടിപ്പെട്ടുപോയി. കുറച്ചകലിൽ നിന്നും കുറുനരികൾ ഓലയിടുന്ന ശബ്ദം കേട്ടു. മനുഷ്യരെ ആരെയും അവിടെയെങ്ങും കണ്ടില്ല. മരങ്ങളിലും കുറ്റിക്കാട്ടിലും പതിയിരിക്കുന്ന വിചിത്ര ജീവികൾ കാറ്റിൽ മുമ്പോട്ടും പുറകോട്ടും ആടിക്കൊണ്ടിരിക്കുന്നതായി തോന്നി. ഞാൻ സമാധിയുടെ പുറകിൽ പോയി അവിടെയിരുന്നു. ഒരു വിധത്തിൽ ആഞ്ഞു വീശുന്ന കാറ്റിൽ നിന്ന് അഭയം കിട്ടി. അതിനിടെ പെട്ടെന്ന് കാറ്റ് ശക്തിയായി വീശിയടിച്ചു. അപ്പോൾ മേഘങ്ങളുടെ മറനീക്കി ചന്ദ്രകല കാണുകയുണ്ടായി. അന്നേരം അലൗകികമായ ശാന്തി എന്നെയാകെ പൊതിഞ്ഞതുപോലെ അനുഭവപ്പെട്ടു. ഞാൻ സമാധിയിലേക്ക് ചാഞ്ഞു. ആകെ ക്ഷീണിതനായിരുന്ന ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എത്ര സമയം ഉറങ്ങിയെന്ന് പറയാൻ കഴിയുകയില്ല. ആരോ അതോ എന്തോ ഒന്ന് കാലിൽ ശക്തിയായി പിടിച്ചുലയ്ക്കുന്നത് പോലെ തോന്നി. സംഭ്രമത്തോടെ ഞാൻ പിടഞ്ഞെണീറ്റു. ഭീതി കാരണം രോമങ്ങൾ എണീറ്റു നിന്നു. ശരീരമാകെ തരിച്ചുപോയി. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വിചിത്ര രൂപത്തെ കണ്ട് ഞാൻ തികച്ചും അത്ഭുതസ്തംഭനായി. വിരൂപവും ഭയാനകവുമായിരുന്നു ആ രൂപം. മെലിഞ്ഞതും അസ്ഥി മാത്രവുമായ ആ രൂപം ഒരു മനുഷ്യൻ്റേതായിരുന്നു. കറുത്തിരുണ്ട അയാളുടെ നീണ്ട ജടകെട്ടിയ മുടിയും നീണ്ട താടിയും കുഴിഞ്ഞ കണ്ണുകളും ഭീതിതമായിരുന്നു. ആശ്വാസജനകമായ ഒരു കാര്യം മാത്രമാണ് ഉണ്ടായത്. അവിടെയെങ്ങും ആനന്ദത്തിൽ ആറാടിക്കുന്ന ഹൃദ്യമായ സുഗന്ധം പൊടുന്നനെ പരന്നു. അത് പുറപ്പെട്ടുകൊണ്ടിരുന്നത് കഴുകാത്ത അയാളുടെ ശരീരത്തിൽ നിന്നാണെന്ന് മനസ്സിലായി. ആ മനുഷ്യൻ മലയാളത്തിൽ പറഞ്ഞു, "കുട്ടി പേടിക്കാതിരിക്കൂ." ഇത്രയും പറഞ്ഞിട്ട് മെലിഞ്ഞതും കൂർത്ത നഖങ്ങളുമുള്ള വിരലുകൾ കൊണ്ട് എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് തൻ്റെ മഞ്ഞ നിറമുള്ള പല്ലുകൾ പുറത്തു കാണിച്ചുകൊണ്ട് ഭയാനകമായി ചിരിച്ചു. ആ മനുഷ്യൻ്റെ സൗഹൃദഭാവം കണ്ടിട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, "നിങ്ങൾ ആരാണ്?" ഉടനെ പ്രത്യുത്തരം കിട്ടി, "ഞാനോ? ഹഹഹ, ഞാൻ ആരുമല്ല. എനിക്ക് ശരീരവുമില്ല. ഞാൻ വെറും പുകയും ആവിയുമാണ്." ഞാൻ നിശബ്ദനായിരുന്നു. വീണ്ടും ശബ്ദം എൻ്റെ ചെവിയിൽ വീണു, "നിനക്ക് ഒരു പ്രശ്നമുണ്ട്, ശരിയല്ലേ? ഹൃദയപത്മം എവിടെയാണെന്ന് അറിയണം. അതല്ലേ വേണ്ടത്? അത് എവിടെയുമുണ്ട്, ഇവിടെയും അവിടെയും എല്ലായിടത്തും. ഹഹഹ, പലർക്കും പല കേന്ദ്രങ്ങളിലായിരിക്കും. അതിനാൽ അത് തർക്കിക്കേണ്ട വിഷയമല്ല." അദ്ദേഹം തത്സമയം എൻ്റെ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് തട്ടി. എന്നിട്ട് പറഞ്ഞു, "നിനക്ക് ഇതാ ഇവിടെയാണ് അനാഹത ചക്രം. അതിൽ ഉറച്ചു നിന്നാൽ മതി. ഇത് ബാബാജിയുടെ ആജ്ഞയാണ്." മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിതീക്ഷ്ണമായ പ്രകാശം
എൻ്റെ ഹൃദയചക്രത്തിൽ നിറഞ്ഞു. എൻ്റെ കണ്ണുകൾ തുറന്നിരുന്നപ്പോഴും എനിക്കത് അറിയാൻ കഴിഞ്ഞു. അതിനിടയിൽ പെട്ടെന്ന് ആ രൂപം ചാടി എണീൽക്കുകയും അന്ധകാരത്തിലേക്ക് ഓടിമറയുകയും ചെയ്തു. നിലത്തുനിന്നും വെളുത്ത ഒരു ജ്വാല മുകളിലോട്ട് ഉയർന്നു. അത് എൻ്റെ തോന്നലായിരിക്കുമോ? അങ്ങനെയാണ് അവസാനമായി ആ രൂപത്തെ ഞാൻ കണ്ടത്. അപ്പോഴും എൻ്റെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുകയായിരുന്നു. അതിതീക്ഷ്ണമായ പ്രകാശം എനിക്ക് അത്യപൂർവമായ ആനന്ദമാണ് നൽകിയത്. പ്രസ്തുത പ്രകാശം സാവധാനം രാത്രിയുടെ അന്ധകാരത്തിൽ വിലീനമായി. പ്രകാശം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റു. അടുത്ത ആരെയും കാണാൻ കഴിഞ്ഞില്ല. 3 കിലോമീറ്റർ ദൂരം നടന്നു. ഭാഗ്യത്തിന് ഒരു ബസ് കിട്ടി. അത് കയറി ഞാൻ പൂളമൂട് ജംഗ്ഷനിൽ ഇറങ്ങി. അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. എൻ്റെ അമ്മ ഒഴിച്ച് ആരും തന്നെ എന്നോട് ഒന്നും ചോദിച്ചില്ല. അമ്മ ചോദിച്ചു, ട്യൂഷൻ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, നന്നായിരുന്നു. അമ്മ പറഞ്ഞു, പോയി കുളിച്ചിട്ട് പ്രാതൽ കഴിക്കൂ. ഞാൻ ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പ്രാതൽ കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സ് രാത്രിയിലെ ധീരകൃത്യത്തിൽ വ്യാപരിക്കുകയായിരുന്നു. ഇതോടെ 9ാമത് എപ്പിസോഡ് കഴിഞ്ഞു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.